കാത്തി ഭയങ്കര മിടുക്കിയാണ്. അവൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സംശയങ്ങളുണ്ട്. സംശയങ്ങൾ എപ്പോൾ വന്നാലും അപ്പയോടും അമ്മയോടും ചോദിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇവൾക്കൊരു ശീലമുണ്ട്, പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഈശോ ആരാന്ന് ചോദിച്ചാൽ ഈശോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയും. അത്രയ്ക്ക് കമ്പനിയാണ് ഈശോയായിട്ട്. അപ്പോൾ ഈശോയുടെ കാര്യങ്ങളൊക്കെ പറയും, പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ഈശോയോട് പറയും, ഫ്രണ്ട്സിനെ കുറിച്ച് പറയും, വീടിനെ കുറിച്ച് പറയും. ഇങ്ങനെ സ്മാർട്ടായിട്ട് ഇങ്ങനെ പോവുക. ഒരു ദിവസം കാത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ഇന്ന് എന്താ പ്രാർത്ഥിച്ചേ? ഞാൻ പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം അമ്മ ഒരു ദിവസം പറഞ്ഞു, നമ്മളെല്ലാ കാര്യങ്ങളും ഈശോയോട് പറയാറില്ലേ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ? ഇടയ്ക്ക് ഈശോയോട് ചോദിക്കണം, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കാത്തി ആകെ അത്ഭുതപ്പെട്ടു. ഈശോയ്ക്ക് എന്തിനാ നമ്മുടെ ഹെൽപ്പ്? ഈശോയ്ക്ക് എല്ലാം സാധ്യമല്ലേ? അപ്പം അമ്മ പറഞ്ഞു, ചോദിക്കുക, ഈശോയ്ക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടാവും. കാത്തി ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് ചോദിക്കണം, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? കാത്തിക്ക് അത് ഭയങ്കര അത്ഭുതമായി. പിറ്റേന്ന് തൊട്ട് വളരെ നിഷ്കളങ്കമായിട്ട് കാത്തി പ്രാർത്ഥനയ്ക്കൊപ്പം ഈശോയോട് ചോദിക്കാൻ തുടങ്ങി, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? പക്ഷെ കുറേ ദിവസമായിട്ടും കാത്തിക്ക് ഉത്തരവൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാത്തിയും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിൽ ചെന്ന് മോളിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് അവർ കാറിൽ സാധനങ്ങളൊക്കെ വെച്ച് ഡിക്കി അടച്ച് തിരിയുമ്പോഴത്തേക്ക് ഒരു പ്രായമായ സ്ത്രീ വന്നിട്ട് കാത്തിയുടെ അമ്മയോട് പറയാം, മോളെ എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പോൾ കാത്തിയുടെ അമ്മ ഇങ്ങനെ അവരെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അതെ, എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിന് അടുത്തൊന്നും ഈ മരുന്ന് കിട്ടിയില്ല, ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറം പോകണം, എനിക്ക് ഈ മരുന്ന് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം, മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാനിവിടെ വന്നു, എന്നെ ഒന്ന് മോൾ അവിടെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ശരി കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ കാറിൽ കയറി ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകും വഴി അമ്മാമ്മ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി. അമ്മാമ്മ പറഞ്ഞു, മോളെ ദൈവം എന്നെ എത്രമാത്രം അനുഗ്രഹിക്കുന്നതെന്നറിയോ? ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് പറയും, കൃത്യസമയത്ത് ദൈവം എനിക്ക് ആരിലൂടെയെങ്കിലും സഹായിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ മരുന്ന് വാങ്ങി ഞാൻ വല്ലാണ്ട് വിഷമിക്കുകയായിരുന്നു, കാരണം അങ്ങോട്ട് ബസ്സില്ല, ഓട്ടോ പിടിച്ച് പോകാനൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ കാശുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് മോള് വന്നത്. നമ്മൾ ദൈവമേ എന്നെ സഹായിക്കാൻ ആരെങ്കിലും നീ തരണേന്ന് പറഞ്ഞ സമയത്താണ് മോളവിടെ വന്നത്. കണ്ടില്ലേ, ഇപ്പം ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, അപ്പം തന്നെ ദൈവം എനിക്ക് ഉത്തരം തന്നു. ദൈവം ഇങ്ങനെ കൈവെള്ളയിലാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്. ഈ സ്ത്രീ ഇങ്ങനെ ഇവരുടെ ലൈഫിൽ കിട്ടിയ ദൈവാനുഗ്രഹത്തിൻ്റെ കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അമ്മാമ്മ ഓരോന്ന് പറയുമ്പോഴും കാത്തി ഇങ്ങനെ കണ്ണു മിഴിച്ച് അമ്മമ്മയുടെ മുഖത്ത് നോക്കും, അമ്മയുടെ മുഖത്ത് നോക്കും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ ഇറങ്ങിക്കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞ് അമ്മാമ്മ പോകുമ്പോഴത്തേക്ക് കാത്തി ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിയൊരു ആൻസർ കിട്ടിയ പ്രതീതിയിൽ അമ്മയോട് പറഞ്ഞു, അമ്മ താങ്ക് യു അമ്മ, എനിക്കിപ്പോൾ മനസ്സിലായി ഈശോയ്ക്ക് എന്തിനാണ് നമ്മുടെ ഹെൽപ്പെന്ന്. നമ്മൾ ഈശോയോട് പറയുമ്പോൾ ഇങ്ങനെ ഈശോയോട് ഹെൽപ്പ് ചോദിക്കുന്നവരെയൊക്കെ അവരുടെ അടുത്തേക്കൊക്കെ ഈശോ നമ്മളെ അയക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇനി എന്തായാലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ശരിക്കും നല്ലൊരു ഹാബിറ്റ് അല്ലേ? നമ്മളെല്ലാ ദിവസവും നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ഈശോയോട് ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഈശോയോടൊന്ന് ചോദിക്കുക, ഈശോയെ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോഴായിരിക്കും ഈശോ ചില ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് അയക്കുന്നത്. ഈ നോമ്പുകാലം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ മൈൽ കൂടെ നടക്കാനും ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കാനും ഒക്കെ ആയിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇതും കൂടി ഒന്ന് ചേർക്കാം, ഈശോ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹാവ് എ ഗുഡ് ഡേ.